أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഈ ദിക്ർ നമുക്ക് ഏറ്റവും ആവശ്യമായ ദിക്റാണ്. ഒഴിവാക്കാൻ ഒക്കുന്ന ഒരു ദിക്റല്ല. കാരണം നമ്മളെല്ലാം ഇബാദത്ത് ചെയ്യുന്നവരാണ്, നമ്മളെല്ലാം നമസ്കരിക്കുന്നവരാണ്, നമ്മളെല്ലാം ദിക്ർ ചെയ്യുന്നവരാണ്, നമ്മളെല്ലാം സ്വലാത്ത് ചെയ്യുന്നവരാണ്. ഇതെല്ലാം സ്വീകാര്യമാകണമെങ്കിൽ തന്നെയും ഈ നല്ല രീതിയിൽ കൂടി സ്വീകരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ദിക്ർ ചെയ്യുന്നത്. ഈ ദിക്ർ ചെല്ലേണ്ട സമയം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച രാവിനാണ് ഈ ദിക്ർ നമ്മൾ ചെല്ലേണ്ടത്. എങ്കിലും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുന്നതിന് കൂടിയുള്ള ഒരു ദിക്റാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവായതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളിത് ചെല്ലണം. ഇന്ന് തന്നെ ഈ വീഡിയോ ഇത് കൊടുക്കുകയും ചെയ്യുകയാണ്. വെള്ളിയാഴ്ച രാവിന് നിങ്ങൾ ചെല്ലണം. ചെല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഏതെല്ലാം നല്ല സ്വീകാര്യ ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ഈ ഇബാദത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ നിസ്കാരം ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് നമസ്കാരമാണ്. രണ്ടാമത് വരുന്ന ദിക്റാണ്, പിന്നെ സലാത്താണ് പിന്നെ വരുന്നത്. പിന്നീട് നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞ് ഏത് നല്ല കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്, ഏത് ജോലിയാണോ നിങ്ങൾ ചെയ്യുന്നത്, ആ ജോലി തീരുന്ന സമയം വരെയും അത് ഇബാദത്തായിട്ട് അല്ലാഹു തആല കണക്കിലെടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം കിളയ്ക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ജോലിക്ക് പോകുന്ന ഒരാൾ നമ്മളോട് ചോദിക്കുന്നത് എല്ലാ ഇബാദത്ത് എങ്ങനെ ആവും, എപ്പോഴും ഇബാദത്ത് ചെയ്യുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നിടത്ത് നമുക്ക് പറയാനുള്ളത്, ഇന്ന് കൂലിപ്പണിക്കായിട്ട് ഒരാൾ ഇവിടെ ജോലിക്കായിട്ട് നിങ്ങൾ പുറപ്പെടുന്ന സമയത്ത് നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ജോലി തീരുന്ന സമയം വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അത് ഇബാദത്താക്കി മാറ്റുന്നതാണ്. നിസ്കാരം മാത്രമല്ല ഇബാദത്ത്, ദിക്ർ മാത്രമല്ല ഇബാദത്ത്, സലാത്ത് മാത്രമല്ല ഇബാദത്ത്, ദാനധർമ്മങ്ങൾ മാത്രമല്ല ഇബാദത്ത്. നമ്മൾ ചെയ്യുന്ന ഹറാമല്ലാത്ത ഏത് ജോലിയും നമുക്കത് ഇബാദത്താക്കി മാറ്റാൻ കഴിയും. അങ്ങനെ മാറ്റണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് ചൊല്ലിയിട്ട് തുടങ്ങുന്ന ഏത് കാര്യവും അല്ലാഹു തആല പരിശുദ്ധമായ ഇബാദത്താക്കി കണക്കെടുക്കുന്നതാണ്. ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളിത് ചെല്ലേണ്ടത് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഇത് നിങ്ങൾ ചെല്ലണം. വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് പ്രയോജനപ്പെടുന്ന ഒന്നാണ്. അള്ളാഹുവിൻ്റെ അർശിലേക്ക് തന്നെ ചെല്ലുകയാണ്. നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവരല്ലേ, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി നമ്മൾ നിസ്കരിക്കുന്നവരല്ലേ, നമ്മൾ ദിക്ർ ചെല്ലുന്നവരല്ലേ, നമ്മൾ സലാത്ത് ചെല്ലുന്നവരല്ലേ, നമ്മുടെ സമ്പത്തിൻ്റെ അംശങ്ങൾ മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുന്നവരല്ലേ. ഇതെല്ലാം ഇബാദത്തുകളാണ്. ഇതെല്ലാം ഒന്ന് സ്വീകാര്യമായ ഇബാദത്തായൊന്ന് മാറണ്ടേ. അല്ലാഹു തആല ഇത് സ്വീകാര്യമാക്കി മാറ്റുന്നതിന് വേണ്ടി കൂടിയുള്ള ഒരു ദിക്റാണ് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ചെല്ലേണ്ട സമയമെന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഇത് ചെല്ലണം. വെള്ളിയാഴ്ച രാവിലെ തന്നെ ഇത് ചെല്ലിയതിന് ശേഷം മറ്റ് സമയങ്ങളിൽ വേണമെങ്കിലും ഈ ദിക്ർ നിങ്ങൾക്ക് ചെല്ലാം. അങ്ങനെ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ തന്നെ ഈ ദിക്ർ ചെല്ലണം. ഇന്ന് തന്നെ ഈ ദിക്ർ ഞങ്ങളിതാ വീഡിയോയിൽ ഇടാൻ പോവുകയാണ്. കാരണം നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇത് ഇടാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് വളരെ ഗുണമേറിയ ഒന്നാണ്. ഏറ്റവും ഉന്നതമായ പ്രതിഫലം നമുക്ക് അല്ലാഹു തആല തരുന്നതാണ്. നമ്മൾ ഇബാദത്തുകളൊക്കെ ചെയ്ത് അല്ലാഹു സ്വീകരിച്ചില്ല എങ്കിൽ ആ ഇബാദത്തുകളെല്ലാം വെള്ളത്തിൽ ഇറച്ചണക്കായി പോയില്ലേ. അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഈ ദിക്ർ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ഈ ദിക്ർ നീ ചെല്ലുക. എപ്പോഴാണ് ചെല്ലേണ്ടത്? വെള്ളിയാഴ്ച രാവിലെ നീ ചെല്ലുക. അങ്ങനെ നീ വെള്ളിയാഴ്ച രാവിലെ ചെല്ലിക്കഴിഞ്ഞാൽ ഈ ദിക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. നമ്മൾ ചെല്ലുന്ന ഈ അമലുകളെല്ലാം സ്വീകാര്യമായ അമലായി എന്ന് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ദിക്ർ എന്ന് പറയുന്നത് ഞാനിതാ ഇവിടെ ചെല്ലാൻ പോകുന്നു. ബിസ്മില്ലാഹിർ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്. ഇതാണ് ഈ ദിക്ർ. ഇത് 500 പ്രാവശ്യം ഒക്കുമെങ്കിൽ ചെല്ലുക, അതല്ലെങ്കിൽ 100 പ്രാവശ്യം ചെല്ലുക. അത് മൊത്തില്ല എങ്കിൽ വെറും 40 പ്രാവശ്യമെങ്കിലും ഈ ദിക്ർ നിങ്ങൾ നിർബന്ധമായി 40 കുറയരുത്, 40 പ്രാവശ്യമെങ്കിലും ചെല്ലണം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിലേക്ക് ഈ ദിക്ർ എത്തുന്നതാണ്. നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുണ്ടല്ലോ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? നമ്മൾ ചെയ്ത ഇബാദത്തുകളെല്ലാം അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങ് രക്ഷപ്പെട്ടില്ലേ? അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട. ഈ ദിക്റുകൾ അങ്ങ് ചെല്ലണം. ഈ ദിക്ർ ചെല്ലുന്നവർക്കും കേൾക്കുന്നവർക്കുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യണമെന്നും കൂടി ഇതോടൊപ്പം ഞാൻ പറയുന്നു. തക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.